ശിവൻ ജട പറിച്ചടിച്ചപ്പോൾ അതിൽ നിന്നും ഉത്ഭവിച്ച ഒരു മരം, കവുങ്ങ് മരം, അതിൽ നിന്നുണ്ടായി വന്നതാണ് ശിവജട, ശിവമുടി എന്നൊക്കെ പറയുന്ന ഇത്. നമസ്കാരം, ഇതാണ് ശിവജട, ജടമുടി, ശിവജട എന്നൊക്കെ പറയുന്നതാണ്. ഇത് ഒരുതരം കവുങ്ങ് പോലത്തെ ഒരു മരമാണ്, അതിൽ പാക്ക് പോലെ ഉണ്ടാവുന്നതാണ്. ഇത് നമ്മൾ ശരീരത്ത് മാല പോലെ ആക്കി പ്രാണപ്രതിഷ്ഠകളും പൂജകളും നടത്തി നമ്മൾ ശരീരത്തിൽ ധരിക്കുകയാണെങ്കിൽ നല്ലൊരു എനർജിയാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജി മാറിപ്പോവുകയും നല്ല ഫലങ്ങൾ ഉണ്ടാവുകയും പ്രാക്കുദോഷം അതുപോലെ കണ്ണീർ നാവീർ ദോഷങ്ങളൊക്കെ മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഇപ്പം കടകളിലൊക്കെ, ചില കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടില്ല. പിന്നെ ഇപ്പം നാട്ടിൻപുറത്തേക്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇത് കൊള്ളിമല ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പം നാട്ടിൻപുറത്തേക്ക് ഒരുപാട് ഉണ്ട്, ചിലരിത് നട്ടു വളർത്താറുണ്ട് വീട്ടിൽ. അപ്പോൾ ഇത് എല്ലാവരും വാങ്ങി ധരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു എനർജിയാണ്. ശിവൻ ജട പറിച്ചടിച്ചപ്പോൾ അതിൽ നിന്നും ഉത്ഭവിച്ച ഒരു മരം, കവുങ്ങ് മരം, അതിൽ നിന്നുണ്ടായി വന്നതാണ് ശിവജട, ശിവമുടി എന്നൊക്കെ പറയുന്ന ഇത്. അപ്പോൾ ഇത് വൃത്തിയാക്കി ഒരു മാല കോർത്ത് പ്രാണപ്രതിഷ്ഠയും പ്രാണജീവ സാധ്യം വെച്ച് നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മളിൽ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള കണ്ണീർ നാവീർ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറിപ്പോവുകയും നല്ലൊരു എനർജി നമുക്കുണ്ടാവുകയും ചെയ്യുന്നതാണ്. രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഫലം ലഭിക്കുന്നത് ആ ഫലങ്ങളെല്ലാം ഇത് ധരിച്ചാലും ഉണ്ടാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ട് നാണയം നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടല്ലോ, രുദ്രാക്ഷം, രണ്ട് നാണയത്തിനിടയ്ക്ക് രുദ്രാക്ഷം വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഇങ്ങനെ നാണയം വെച്ച് കഴിഞ്ഞാൽ ഇത് റൗണ്ട് ചെയ്ത് കറങ്ങുന്നതാണ്. പ്രത്യേക ഒരു എനർജി ഉള്ളതാണിത്. ഇത് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടില്ല, ചില അങ്ങാടിക്കടകളിൽ കിട്ടാറുണ്ട്, പിന്നെ ചില മാല വിൽക്കുന്ന ആളുകൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. ഏറ്റവും കൂടുതൽ ശബരിമലയിൽ ഈ സീസൺ സമയത്ത് മണ്ഡലകാലത്ത് മാല വിൽക്കാൻ വരുന്ന ആളുകൾ അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. അവർ ഒരെണ്ണത്തിന് വാങ്ങുന്നത് 500 രൂപയാണ് അവർ വാങ്ങുന്നത്. ഇത് കിഴിച്ച് ക്ലീൻ ചെയ്ത് ഒരു മാലയായിട്ട് നമുക്ക് കോർത്ത് വരും, ഒരു കറുത്ത ചരടിൽ. അതിന് വാങ്ങുന്നത് അവർ 500 രൂപയാണ് വാങ്ങുന്നത്. പിന്നെ ചിലപ്പോൾ ചില കടകളിലൊക്കെ കാണാം, പിന്നെ നാട്ടിൻപുറത്തൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ട് ഇത്. പക്ഷേ നമുക്ക് കൊടുക്കാനുണ്ട്, കുറേ ഞാൻ പിറക്കി വെച്ചിട്ടുണ്ട് ഇത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ കുറവാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പറയാം എൻ്റെ വീട്ടിലുണ്ട്, അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു പറയും. പക്ഷേ നമ്മളിത് പറയുന്നിടം വരെ, ഇപ്പോൾ വീഡിയോ ഇടുന്നിടം വരെ എല്ലാവരും പറയും അറിയാം. വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും എല്ലാവരും പറയാം എനിക്കറിയാമായിരുന്നു, ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ട്, വീട്ടിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെ. പക്ഷെ അറിയാവുന്നവർ കുറവാണ്. ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാടുണ്ട്. ഇതേപോലെ ഇങ്ങനെ അതുകൊണ്ടാണ് ശിവജട എന്ന് പറയുന്നത്. അതേപോലെ ജട പോലെ ഇതുണ്ടല്ലേ, ജട പോലെ ഇതുണ്ടോ, ഒരു ഇതിങ്ങനെ പൊളിച്ചെന്ന് പറഞ്ഞാൽ അകത്തോട്ട് അതുപോലെയാണ്. ഇതുകൊണ്ടോ ജട പോലെ ഇങ്ങനെയാണ്, ഇതിൻ്റെ അകത്തുള്ളൊരു ചെറിയൊരു പാക്ക് പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ശിവൻ ജട പറിച്ചടിച്ചപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതാണ് ഇത് ശരീരത്തിൽ ധരിക്കുന്നത്. നല്ലൊരു നമ്മുടെ ശരീരത്തെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളിക്കൊണ്ട് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു സംഭവമാണ് ധരിച്ചു കഴിഞ്ഞാൽ. അത് യഥാവിധി ധരിക്കണം, വെറുതെ ധരിച്ചിട്ട് കാര്യമില്ല.